ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ശിവരാത്രിയെക്കുറിച്ച് കുറച്ച് കഥകൾ അറിയാം, ഐതിഹ്യങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും അടുത്ത പകലുമാണ് ശിവരാത്രിയായി ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണിത്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമയമായ രാത്രിയാണ് ശിവരാത്രി. മംഗളകരമായ രാത്രി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായ 2 പുരാണകഥകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ കഥകളെന്ന് നമുക്ക് നോക്കാം. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടതാണ് ശിവരാത്രിയുടെ ആദ്യത്തെ ഐതിഹ്യം. പരമശിവന്റെ അവതാരമായ അത്രി മഹർഷിയുടെ പുത്രൻ ദുർവാസാവ് മഹർഷിക്ക് ഒരിക്കൽ ദേവലോകത്ത് വെച്ച് വിദ്യാധര സ്ത്രീകൾ ഒരു പാരിജാതമാല സമർപ്പിച്ചു. സന്യാസിയായ തനിക്ക് വിദ്യാഹാരത്തിന്റെ ആവശ്യമില്ലാത്തതിനാൽ അദ്ദേഹം മാല ഐരാവതത്തിന്റെ പുറത്തേറി വരുന്ന ദേവേന്ദ്രന് സ്നേഹപൂർവ്വം സമർപ്പിച്ചു. ദേവേന്ദ്രന് പാരിജാതമാല കിട്ടിയ സന്തോഷത്തിൽ അത് തലയിൽ ചൂടാനായി മാല ഐരാവതത്തിന്റെ മുകളിൽ വെച്ച് മുടി വൃത്തിയായി ഒതുക്കിക്കെട്ടാൻ തുടങ്ങി. എന്നാൽ അതിനോടകം പൂവിന്റെ വാസനയുടെ ഉറവിടം തേടി ധാരാളം വണ്ടുകൾ പാറിപ്പറന്ന് ഐരാവതത്തിന് ചുറ്റും പറക്കാൻ തുടങ്ങി. വണ്ടുകളുടെ ശല്യം കൂടിക്കൂടി വന്നപ്പോൾ ഐരാവതം പൂമാല എടുത്ത് നിലത്തിട്ട് ചതച്ചു കളഞ്ഞു. ഇത് കണ്ട് കോപിഷ്ഠനായ ദുർവാസാവ് ദേവേന്ദ്രനെ ഉൾപ്പെടെ എല്ലാ ദേവന്മാരെയും ജരാനര ബാധിക്കട്ടെ എന്നും ദേവലോകത്തെ സകല ഐശ്വര്യങ്ങളും ക്ഷയിക്കട്ടെ എന്നും ശപിച്ചു. ദേവേന്ദ്രന്റെ അശ്രദ്ധ മൂലം സംഭവിച്ച തെറ്റിന് ദുർവാസാവ് മഹർഷിയുടെ ഉഗ്രശാപത്താൽ ഇന്ദ്രൻ ഉൾപ്പെടെ സകല ദേവതകളും ജരാനരകൾ ബാധിച്ച് വൃദ്ധരായി തീർന്നു. ദേവേന്ദ്രന്റെ സങ്കടം കണ്ട് ദയ തോന്നിയ മഹർഷി ശാപമോക്ഷത്തിന് പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് സേവിച്ചാൽ വാർദ്ധക്യം മാറി കൂടുതൽ ഊർജ്ജസ്വലരായി തീരുമെന്നും അനുഗ്രഹിച്ചു. ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ദേവന്മാർ അസുരന്മാരെയും പാലാഴി മദനത്തിനായി ക്ഷണിച്ചു. കടക്കോലായി മന്ദരപർവ്വതത്തെയും കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും നിശ്ചയിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ച് വലിക്കാൻ തുടങ്ങി. വലിയുടെ ശക്തിയിൽ മന്ദരപർവ്വതം താഴ്ന്നുപോയ പർവ്വതത്തെ ഉയർത്താൻ വിഷ്ണു ഭഗവാൻ തന്റെ 2ാമത്തെ അവതാരമായ കൂർമ്മമായി അവതരിച്ചു. വീണ്ടും പാലാഴി മദനം തുടർന്നു. കുറച്ചു നേരത്തെ പാലാഴിക്കടയിൽ വാസുകിയാകെ അവശനായി തുടങ്ങി. വാസുകിയുടെ വായിൽ നിന്നും മാരകമായ വിഷമായ കാളകൂട വിഷം പുറത്തു വരാൻ തുടങ്ങി. ലോകത്തെ തന്നെ നശിപ്പിക്കുവാൻ ശേഷിയുള്ള വീര്യം കൂടിയ വിഷമാണ് ഈ കാളകൂട വിഷം. ഈ വിഷത്തിന്റെ അതിരൂക്ഷമായ ഗന്ധം മൂലം 3 ലോകങ്ങളും മയങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ സകല ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി ദേവാദിദേവനായ പരമശിവന്റെ അടുത്ത് എന്ന് ഈ ആപത്തിൽ നിന്നും തങ്ങളെയും ലോകത്തെയും രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു. ഇത് കേട്ട ഭഗവാൻ ഈരേഴു 14 ലോകത്തിന്റെ നന്മയ്ക്കായി ആ ഉഗ്രവീര്യമുള്ള വിഷത്തെ കൈകളിൽ ഏറ്റുവാങ്ങി പാനം ചെയ്തു. ഈ മാരക വിഷം ഉള്ളിൽ ചെന്നാൽ കാലകാലനായിട്ടുള്ള ദേവന് പോലും ദോഷം സംഭവിച്ചേക്കാം എന്ന ഭയത്താൽ ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിന്റെ ഖണ്ഡത്തിൽ മുറുക്കി പിടിച്ചു. ഈ വിഷത്തിന്റെ ഒരു തുള്ളി പോലും ഈ ലോകത്തെ നശിപ്പിക്കുവാൻ കെൽപ്പുള്ളതാണെന്നറിയാവുന്ന വിഷ്ണു ഭഗവാൻ വിഷം വായിൽ നിന്നും പുറത്തു പോകാതിരിക്കുവാൻ മഹാദേവന്റെ വായ കുത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ അകത്തേക്കും പുറത്തേക്കും പോകാനാകാതെ ആ വിഷം ഭഗവാന്റെ ഖണ്ഡത്തിൽ ഉറയ്ക്കുകയും ഖണ്ഡത്തിൽ നീല നിറം വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത്. വിഷം ഉള്ളിൽ ചെന്നാൽ അതിന്റെ വീര്യം കുറയുന്നതുവരെ ഉറങ്ങാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഭഗവാൻ ഉറങ്ങാതിരിക്കുന്നതിനായി പാർവതി ദേവിയും മറ്റ് ദേവന്മാരും അന്നത്തെ രാത്രി മുഴുവൻ ഉറങ്ങാതെ അദ്ദേഹത്തിന് ചുറ്റുമിരുന്ന് കീർത്തനങ്ങളും സ്തുതികളും പ്രാർത്ഥനകളുമൊക്കെയായി ഭഗവാനെ കാവലിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും സമുദ്രം കടയുവാനായി ആരംഭിച്ചു. പല പല ദിവ്യവസ്തുക്കളും അതിൽ നിന്നും ഉയർന്നു വന്നു. ഏറ്റവും അവസാനമായി അമൃതം ലഭിച്ചു. അത് പാനം ചെയ്ത ദേവന്മാർ ജരാനരകളിൽ നിന്നും മുക്തി നേടുകയും നഷ്ടപ്പെട്ടുപോയ അവരുടെ ഐശ്വര്യങ്ങൾ അവർക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്തു. ലോക നന്മയ്ക്കായി ശ്രീ പരമേശ്വരൻ കാളകൂട വിഷത്തെ പാനം ചെയ്ത ദിവസമാണ് നമ്മൾ ശിവരാത്രിയായി ആഘോഷിച്ചു വരുന്നത് എന്നാണ് ഐതിഹ്യം. കഥയുടെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ ഈ പാലാഴി മദനം നമ്മളും നടത്തണം. എന്നാൽ ഇത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാണെന്ന് മാത്രം. നമ്മുടെ മനസ്സാണ് പാലാഴി. ദേവന്മാരാകുന്ന സൽഗുണങ്ങളും അസുരന്മാരാകുന്ന ദുർഗുണങ്ങളും ഉള്ള നമ്മുടെ മനസ്സിനെ തെളിഞ്ഞ ഭക്തിയാക്കുന്ന മന്ദര പർവ്വതം കൊണ്ട് കടയണം. ഇടയിൽ ശ്രദ്ധ നഷ്ടപ്പെട്ട് മറ്റു ചിന്തയിൽ ലയിച്ചു പോയെന്ന് വരാം.
അപ്പോൾ മന്ത്രപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെ ബോധനാഥനായ ഭഗവാൻ നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരും. വീണ്ടും കടഞ്ഞു കടഞ്ഞ് അജ്ഞാനവും ദുശ്ചിന്തയും നിറഞ്ഞ കാളകൂട വിഷം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തു വരും. ആ സമയത്ത് നമ്മൾ മഹാദേവനിലേക്ക് സമർപ്പിക്കണം. മഹാദേവൻ അത് തന്നിലേക്ക് സ്വീകരിച്ച് അമൃതാകുന്ന ജ്ഞാനം നൽകി അഥവാ മോക്ഷം നൽകി നമ്മളെ അനുഗ്രഹിക്കും. ലോക നന്മയ്ക്കായി സുജീവൻ പോലും ത്യജിക്കാനൊരുങ്ങിയ ത്യാഗമൂർത്തിയായ ശ്രീ പരമേശ്വരന് ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റ് ദേവന്മാരും ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. പാലാഴി മദനവുമായി ബന്ധപ്പെട്ട കഥയാണ് നമ്മൾ കേട്ടത്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഐതിഹ്യം ശിവമാഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ കഥ. ബാക്കിയുള്ള കഥകൾ അടുത്ത വീഡിയോയിൽ പറയാം. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് വേറെയും പല ഐതിഹ്യങ്ങളുണ്ട്. ശിവപുരാണം അനുസരിച്ച് ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും വിവാഹം കഴിഞ്ഞത് ഈ ദിവസമാണെന്ന് പറയപ്പെടുന്നു. ഈ ദിവസമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൊക്കെ നടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.